Karkkidaka Kappi എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഇന്ന് ഈ വീഡിയോയുടെ ചെയ്യുന്നത്. Karkkidaka Kappi എന്ന് പറഞ്ഞാൽ നല്ല മെഡിസിനൽ പവർ ഉള്ള ഒരു കാപ്പിയാണ്. കർക്കിടക മാസത്തിൽ ഉലുവ അതുപോലെ ജീരകം കുരുമുളക് ചുക്ക് ഒക്കെ ഇട്ട് ഉണ്ടാക്കുന്ന കാപ്പിയാണിത്. കരിപ്പെട്ടി കിട്ടിയ ബെസ്റ്റാണ്. ഞാൻ ഇപ്പോൾ ശർക്കരയാണ് ചേർക്കണേ. അപ്പോൾ അങ്ങനെ തയ്യാറാക്കണ കാപ്പിയാണിത്. മെഡിസിനൽ പവർ ഉള്ള ഒരു കാപ്പിയാണ്. ഇതെല്ലാവരും കർക്കിടക മാസത്തിൽ ട്രൈ ചെയ്യണം. ഇനി നമുക്ക് വീഡിയോയ്ക്ക് പോവാം. കാപ്പി തയ്യാറാക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ ഉലുവ, പിന്നെ ജീരകം 2 ടേബിൾ സ്പൂൺ, കുരുമുളക് 1 ടേബിൾ സ്പൂൺ, 1/4 കപ്പ് മല്ലി, 2 ഏലക്കായ, ഒരു വലിയ കഷ്ണം ചുക്ക് നമുക്കൊന്ന് ഇടിക്കല്ലിലിട്ടിട്ട് ഒന്ന് ചതച്ചിട്ട് ചൂടാക്കാൻ ചേർക്കാം. ഇടിക്കല്ലിലിട്ട് ഒന്ന് ചതച്ചെടുത്ത് ചുക്ക്, അത്യാവശ്യം വലിയ കഷ്ണം വേണം ചുക്ക്. കാപ്പിപ്പൊടി ഒരു ചെറിയ 2 രൂപയുടെ പാക്കറ്റ് മതി. ഇതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതി കാപ്പിപ്പൊടി. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കാം. ഇതുപോലത്തെ ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ട് വേണം നമ്മളിത് ചൂടാക്കി എടുക്കാൻ. അപ്പോൾ ആദ്യം നമ്മൾ മല്ലി ചേർക്കും. മല്ലിയുടെ ഒപ്പം തന്നെ നമ്മൾ ചുക്ക് ചേർക്കാം. നമ്മൾ പൊടിച്ച് വെച്ച ചുക്ക്, അതുപോലെ തന്നെ 2 ഏലക്കായ, അതുപോലെ കുരുമുളക്. ഇതൊക്കെ ഒന്ന് ചൂടായിട്ട് വന്നിട്ട് വേണം നമ്മൾ അടുത്തത് ചേർക്കാനായിട്ട്. അപ്പോൾ ഇത് നല്ലോണം ചൂടായിട്ട് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. ഇത് കണ്ട നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മല്ലി ഇങ്ങനെ ഓരോന്നായിട്ട് പൊട്ടണ കേൾക്കാം. അതാണ് അതിൻ്റെ മല്ലിയുടെ ഒരു പാകം. മല്ലിയും കുരുമുളകൊക്കെ ഏകദേശം ഒരേ ഒരു ചൂട് മതി. അതാണ് ഞാൻ ഒരുമിച്ചിട്ടത്. അല്ലെങ്കിൽ പിന്നെ ഓരോന്ന് സെപ്പറേറ്റ് ഇട്ടിട്ട് നമ്മളിങ്ങനെ ചൂടാക്കേണ്ടി വരും. ഇതിപ്പോൾ കണ്ട ചെറുതായിട്ട് ഒരു പൊട്ടണ ശബ്ദം കേൾക്കാം. ഇങ്ങനെ പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കിനി അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇപ്പം നമ്മൾ എടുത്ത് വെച്ച ജീരകം 2 ടേബിൾ സ്പൂൺ. ജീരകവും ഉലുവയും ഒരേ അളവിൽ വേണം ചേർക്കാനായിട്ട്. അത് ചേർക്കാം. എല്ലാ നേരം ഇങ്ങനെ ഇളക്കി നിൽക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. എല്ലാ ഭാഗത്തേക്ക് ചൂടെത്തില്ല. ഇപ്പം ജീരകം ചേർക്കണം. അതോടൊപ്പം തന്നെ ഉലുവ 2 ടേബിൾ സ്പൂണും കൂടി ചേർക്കാം. ഒന്ന് ചൂടായി വന്നിട്ട് ഉലുവ ദേഹത്ത് ചെല്ലണത് തന്നെ നല്ലതാണ്. ചൂട് കാലത്ത് ഉലുവ അത്ര അധികം ചെല്ലരുത്, തണവ് കാലത്ത് കഴിക്കുന്നത് നല്ലതാണ്. എല്ലാതും പൊട്ടിയത് നല്ലോണം ഇങ്ങനെ ആവി പോലെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഒരു ചെറു ചൂട്ടിൽ നമുക്ക് പൊടിച്ചിട്ട് കൊണ്ടുവരാം. നമ്മൾ പൊടിച്ച് കൊണ്ടുവന്നുണ്ട് കണ്ട. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാപ്പിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂണും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കാപ്പിപ്പൊടി കുറച്ചും കൂടി ചേർക്കാം, 2 ടേബിൾ സ്പൂൺ. 2 രൂപയുടെ പാക്കറ്റ് വെച്ചാൽ കറക്റ്റ് പാകമായി വരും. ഇതിട്ടിട്ട് ഇത് ഇൻസ്റ്റൻറ്റ് പൊടിയാണ്. നമുക്ക് സാധാരണ കാപ്പിപ്പൊടി ഇട്ടാലും മതി, നല്ല ബെസ്റ്റ് ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഒന്നും കൂടി ഒന്ന് കറക്കിയെടുത്ത് കൊണ്ടുവരാം. കാപ്പിപ്പൊടിയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു ചില്ല് കുപ്പിക്ക് പകർത്തി വയ്ക്കാം. അപ്പോൾ വെള്ളമില്ലാത്തൊരു കുപ്പിയിൽ പകർത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അപ്പോൾ നമുക്കൊരു ചില്ല് കുപ്പിയിലേക്ക് ഇങ്ങനെ മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മുടെ കർക്കിടക കാപ്പിയുടെ കാപ്പിപ്പൊടി. ഇതാണ് കർക്കിടക കാപ്പി അല്ലെങ്കിൽ ജാപ്പി എന്നൊക്കെ പറയണത്. ഒരു ഗ്ലാസ്സിക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ ചേർത്താൽ മതി. അപ്പം നമ്മുടെ കാപ്പി കർക്കിടകത്തിലൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി കാപ്പി ആയിരിക്കും. ഈ കാപ്പിപ്പൊടി കൊണ്ട് ഒന്ന് കാപ്പി തയ്യാറാക്കാം. കാപ്പി വെച്ച് ഇത് 2 ഗ്ലാസ് വെള്ളമാണ് അത് ചേർക്കാം. 2 ഗ്ലാസ് വെള്ളത്തിന് 1 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി. കരിപ്പെട്ടി ഉണ്ടെങ്കിൽ കരിപ്പെട്ടി ചേർക്കുക, അല്ലെങ്കിൽ പൊടിച്ച ശർക്കര 1 സ്പൂൺ. നമ്മൾ കാപ്പി തയ്യാറാക്കുമ്പോൾ കിഴാർനെല്ലി ചേർക്കാം, അല്ലെങ്കിൽ പിന്നെ തുളസിയില. കിഴാർനെല്ലി കണ്ടാൽ മനസ്സിലാവണമെങ്കിൽ ഇത് കണ്ട ഇലയുടെ അടിയിൽ ഇങ്ങനെ മുത്തുമണി പോലെ ചെറിയ കായ് ഉണ്ടാവും. കണ്ട ഇതാണ് കിഴാർനെല്ലി. ഇത് നമുക്ക് ചേർക്കാം. വെള്ളം തിളച്ച് വരുമ്പോൾ ഈ തുളസിയില ഇലയും കിഴാർനെല്ലിയും കൂടി ചേർക്കാം. കർക്കിടക കാപ്പിക്ക് കുറച്ചും കൂടി മെഡിസിനൽ പവർ ഉണ്ടാവും. അപ്പം തിളച്ച് തുടങ്ങിയിട്ടൊന്ന് തീ ഒന്ന് ചുരുക്കിയിടാം. ഈ കാപ്പിപ്പൊടിയിലത്തെ മെഡിസിനൽ പവറൊക്കെ കാപ്പിയിലേക്ക് ചേരുള്ളൂ. അപ്പോഴേ നമ്മുടെ കാപ്പി നല്ല കർക്കിടക കാപ്പിയുള്ള കണ്ടില്ലേ. നല്ലോണം തിളച്ചതിന് ശേഷം വേണം ഒന്ന് ചുരുക്കിയിടാനായിട്ട്. 2 മിനിറ്റ് ചുരുക്കി കിടക്കട്ടെ. അപ്പോഴാണ് നമുക്ക് നമ്മുടെ കാപ്പി നല്ല ഹെൽത്തി കാപ്പി ആവുള്ളൂ. അപ്പം നമുക്ക് ഇത് ഓഫ് ചെയ്യാൻ കണ്ടില്ലേ. അപ്പം നമുക്കിത് അരിക്കാം. ഇതാണ് നമ്മുടെ കർക്കിടക കാപ്പി അല്ലെങ്കിൽ ജാപ്പി എന്നും പറയും.
നല്ല മെഡിസിനൽ പവറുള്ള ഒരു കാപ്പിയാണ് ഇത്. കർക്കിടക മാസത്തിൽ എന്നും നമുക്ക് കാലത്തും വൈകിട്ടും കഴിക്കുന്നത് ബെസ്റ്റാണ്. ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ദേഹത്ത് ഉലുവ അതുപോലെ നല്ല ജീരകം എല്ലാത്തിൻ്റെ മെഡിസിനൽ പവറും നമുക്ക് ഇതിലൂടെ കിട്ടും. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.